മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. വാണിയംകുളത്ത് തെരുവുനായ പശുക്കിടാവിനെ കടിച്ചു കൊന്നു. മറ്റൊരു പശുവിനെ ഗുരുതരമായി കടിച്ച് പരിക്കേൽപ്പിച്ചു. കന്നുകാലി കച്ചവടക്കാരനായ എടക്കോട് പനയൂർ സ്വദേശി പള്ളിശ്ശേരി പ്രഭാകരന്റെ തൊഴുത്തിൽ കെട്ടിയിരുന്ന 3 മാസം പ്രായമായ പശുക്കുട്ടിയെയാണ് കടിച്ചു കൊന്നത്. രാത്രി പശുക്കളെ കെട്ടി പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. കാലത്ത് 7 മണിക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പശുവിൻ്റെ കുട്ടീനെ കടിച്ചു വന്നിരിക്കുന്നു. ഒന്നിനെ കടിച്ച് പകുതി കടിച്ച് ജീവൻ പകുതിയാക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇത് ഞങ്ങൾ 10 രൂപ എണ്ണം ഇതിനുള്ളിൽ കിടക്കേണ്ടത്. ഈ 20 എണ്ണത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ കച്ചവടത്തിന് ആവശ്യത്തിനായി കൊണ്ടു നിർത്തുന്ന സാധനങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നേക്ക് 4 ദിവസമായി സാധനങ്ങൾ. ആ പശുവിന് 5 ലിറ്റർ പാലുണ്ടായിരുന്ന കാലത്ത് ആ പശുവിൻ്റെ കുട്ടീനെയാണ് 45,000 രൂപ വില വരുന്ന പശു കുട്ടിയും കൂടിയാണ്. അതിൻ്റെ കുട്ടീനെയാണ് കടിച്ച് നാശാക്കി ഞങ്ങൾക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. അതിനെന്തെങ്കിലും ഗവൺമെൻറ് ആയാലും വേണ്ട ആരായാലും വേണ്ട എന്തെങ്കിലും ഇവിടെ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇവിടെ 15 ദിവസം മുന്നേ അതേപോലെ ഒരെണ്ണം കടിച്ചു കൊന്നു നാശാക്കി കൊന്നുപോയി. 15 ദിവസം മുന്നേ. ഇത് രണ്ടാമത്തെ തവണയാണ്. തെരുവുനായ ശല്യം രൂക്ഷമായി കിടക്കണം. ഇപ്പോൾ രാത്രി 9 മണി വരേക്ക് രാത്രി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാലത്ത് 7 മണിക്ക് വന്നപ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. പശുവിനെ കറക്കാൻ വേണ്ടി വന്നപ്പോൾ കാലികളെ വിൽപ്പനയ്ക്കായി 3 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതായിരുന്നു. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. ആകെ 20ഓളം കാലികളാണ് തൊഴുത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഇവിടെ പള്ളിശ്ശേരി പ്രഭാകരൻ എന്നുള്ള ആൾ രാവിലെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരുടെ തൊഴുത്തിൽ ഒരു പശുക്കിടാവിനെയും ഒരു പശുക്കിടാവിനെ നായകൾ കടിച്ച് കൊല്ലുകയും അതുപോലെ പശുവിനെ മാരകമായി മുറിവേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ തെരുവുനായ ശല്യം വലിയ രൂപത്തിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നാട്ടിലാകെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തായി ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്ത് മെമ്പർ എന്ന രൂപത്തിൽ ഉണ്ടാക്കുന്നത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഇതേ തൊഴുത്തിൽ കെട്ടിയിരുന്ന മറ്റൊരു മൂരിക്കുട്ടിയെയും തെരുവുനായ കടിച്ചു കൊന്നിരുന്നു. പ്രദേശത്തെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് വ്യാപക പരാതിയുണ്ട്. വാർഡ് പഞ്ചായത്ത് അംഗം എ. ദിലീപ് സ്ഥലം സന്ദർശിച്ചു. തെരുവുനായയെ നിയന്ത്രിക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ദിലീപ് പറഞ്ഞു. You are watching VCV News.